ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും അവനവന്റെ ആഘോഷങ്ങൾ, അവനവന്റെ വിശ്വാസങ്ങളൊക്കെ വളരെ മഹത്വപ്പെട്ടതാണ്. അതങ്ങനെ തന്നെ ആയിക്കോട്ടെ, അതിനൊന്നും ഇവിടെ ഒരു പ്രയാസവുമില്ല. മറിച്ച് എന്റേതു മാത്രമാണ് മെച്ചപ്പെട്ടതെന്നും മറ്റുള്ളവരുടേതൊക്കെ വളരെ മോശമാണെന്നും പറയുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് മൗലവിമാർ പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഉസ്താദുമാര് തന്നെ ചോദിക്കുന്നുണ്ട്, മര്യാദയ്ക്ക് ഓരോ വ്യക്തികളും അവനവന്റേതായിട്ടുള്ള മതവും വിശ്വാസവും അനുഷ്ഠാനങ്ങളും ഒക്കെയായിട്ട് ഫോളോ ചെയ്ത് പോയിരുന്ന ഒരു നാടാണ് നമ്മുടെ സുന്ദരമായ കേരളം. ആ സമയത്ത് ഇവിടെ വിഭാഗീയതയില്ല, വർഗീയതകളില്ല, അന്യമത വിരോധങ്ങൾ പറഞ്ഞിട്ടുള്ള ഞാൻ മാത്രമാണ് ശരി, എന്റേത് ശരി, നിന്റേത് തെറ്റ്, ഇങ്ങനത്തെ ഒന്നും ഒരു സമീപനങ്ങളും ഇക്കഴിഞ്ഞ കാലങ്ങളിലൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ കുറഞ്ഞ കാലം കൊണ്ട് ഒരുപാട് മതസംഘടനകൾ പൊട്ടിമുളച്ചു. ഒരുപാട് പുതിയ പുരോഹിതർ, അതായത് ആധുനിക കാലഘട്ടത്തിലെ ഗോത്രകാല പണ്ഡിതന്മാർ പിറവിയെടുത്തതോടുകൂടി മനുഷ്യന് എല്ലായിടത്തും ഹലാലും ഹറാമും വന്നു. എന്തിനേറെ ധരിക്കുന്ന ചെരുപ്പും കഴിക്കുന്ന ഭക്ഷണവും കിടക്കുന്ന സ്ഥലവും യാത്ര ചെയ്യുന്ന ബസ് അടക്കം, അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഹലാൽ മയം വന്നപ്പോൾ ഹറാമും ഹലാലും തമ്മിൽ ഇടകലർന്നു. വിശ്വാസികളും കാഫിറുകളും തമ്മിൽ ഇടകലർന്നു. ഇസ്ലാമും അമുസ്ലിമും തമ്മിൽ ഇടകലർന്നു. അങ്ങനെ വരുമ്പോ എന്റേത് ശരി, നിന്റേത് തെറ്റ്, അവന്റേത് അങ്ങനെ, ഇവന്റേത് ഇങ്ങനെ, ശരി, എന്റേത് എനിക്ക് ശരിയാണെങ്കിൽ ഞാൻ അതിനകത്ത് മുന്നോട്ട് പോകണം. ഇത് മറിച്ച് അപരന്റെ തെറ്റുകൾ, കുറ്റങ്ങൾ അതിനെ ചെകഞ്ഞെടുത്ത് കണ്ടുപിടിച്ചു. അതാണ് ഒരു മതപുരോഹിതൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമായിരിക്കുന്നത്. പണ്ടൊന്നും ഓരോ മതവും അവര് ഫോളോ ചെയ്ത് പോകുന്ന രീതിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ ഈ കാണുന്ന രൂപത്തിൽ സ്ക്രീനുകൾ ഇട്ട് വലിയ സ്റ്റേജുകൾ കെട്ടി അങ്ങാടികളില് അവരുടെ മതത്തിന്റെ ന്യൂനതകൾ വിളിച്ചു പറയുന്ന രീതിയൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ഉസ്താദും പറയുന്നത്. ഓരോ മതവിഭാഗത്തിനും അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോയി. ഇവിടെ എന്റേത് ശരിയാണ് എന്ന് പറയുന്നതോടൊപ്പം അപരന്റെ മതപ്രമാണങ്ങളെയും മതവിശ്വാസങ്ങളെയും ചെകഞ്ഞെടുത്ത് വിമർശിക്കാൻ തുടങ്ങി. അങ്ങനെ വിമർശിച്ചപ്പോഴേക്ക് ആ മതത്തിലുള്ള വിശ്വാസികൾ അവരുടെ വിശ്വാസത്തെ സംബന്ധിച്ച് പഠിക്കുകയും സർവോപരി നമ്മുടെ മതത്തെയും വിശ്വാസത്തെയും സംബന്ധിച്ച് പഠിക്കാനും തുടങ്ങി. അതങ്ങനെ തന്നെയല്ലേ? നമ്മൾ മറ്റുള്ളവരുടെ മതത്തെ സംബന്ധിച്ച് വിമർശിക്കുമ്പോഴും പറയുമ്പോഴും നമ്മളെ വിമർശിക്കാനും ആളുകൾ ഉണ്ടാകുമെന്ന് നമ്മളൊന്ന് പ്രതീക്ഷിക്കുന്നത് നല്ലതാ. അതാണ് അങ്ങോട്ട് 4 എണ്ണം കൊടുക്കുമ്പോൾ തിരിച്ച് 8 എണ്ണം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ വന്നപ്പോൾ അവര് തിരിച്ച് നമ്മുടെ മതപ്രമാണങ്ങളെ എടുത്തിട്ട് അലക്കാൻ തുടങ്ങി. അവര് പഠിച്ചിട്ട് നമ്മുടെ മന്ത്രതന്ത്രങ്ങളെ, നമ്മുടെ വിശ്വാസ സംഹിതകളെ ഒക്കെ അവര് പഠിച്ചിട്ട് എടുത്തിട്ട് അലക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് വികാരമിളകി. അങ്ങനെ ഇളകാൻ പാടുണ്ടോ? അത് തന്നെയാണ് ഉസ്താദും ചോദിക്കുന്നത്. അങ്ങനെ നമുക്ക് വികാരം ഇളകാൻ പാടുണ്ടോ? അങ്ങനെ നമുക്ക് നമ്മുടെ മതവികാരം വ്രണപ്പെടാൻ പാടുണ്ടോ? ഇതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ അക്ഷരാർത്ഥത്തിൽ അവര് നമ്മുടെ മതപ്രമാണങ്ങളെ നന്നായി പഠിച്ച് ഒരു വിശ്വാസിയെക്കാളേറെ നന്നായി അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന രൂപത്തിലേക്ക് അവരുടെ പഠനങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോ കുംഭമേളയെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു ഇവര് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത്? കാഫിറുകൾ സംഗമിക്കുന്ന ഒരു ആഘോഷം പ്രയാഗ്രാജില്. പ്രത്യേകിച്ച് യോഗി എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്ലാം മതവിശ്വാസികളുടെ കണ്ണിലെ കരടാണ്. കാരണം അനധികൃതമായി കെട്ടിയുണ്ടാക്കിയ മദ്രസകളും പള്ളികളും ഒക്കെ ബുൾഡോസർ കൊണ്ടിടിച്ചു. കാൻപൂരില് നൂപുർ ശർമ്മയുടെ വിഷയത്തോടനുബന്ധിച്ചിട്ട് കലാപമുണ്ടാക്കിയ കാക്കാമാരെ ഒക്കെ ചവിട്ടി പുറത്താക്കി. അവരുടെയൊക്കെ വീടുകളിൽ ബുൾഡോസർ ഇറക്കി കൃത്യമായ രൂപത്തിൽ കാര്യങ്ങൾ എന്താണ്, അടിച്ചാൽ തിരിച്ചടി എങ്ങനെയായിരിക്കുമെന്ന് പ്രാവർത്തികമാക്കി മനസ്സിലാക്കി കൊടുത്തു. ഇങ്ങനെ വന്നപ്പോൾ ഇവർക്ക് ഇരിക്കപ്പുറുതിയില്ലാതെയായി. കാരണം അയ്യോ, കുംഭമേള വൻ വിജയകരമായി മുന്നോട്ട് പോകുന്നു, 7000 കോടി രൂപ ഇറക്കിയ യോഗി ആദിത്യനാഥ് ലക്ഷക്കണക്കിന് കോടികൾ തിരിച്ചു കൊയ്തുകൊണ്ടിരിക്കുന്നു. 40 കോടി ഇസ്ലാം മത വിശ്വാസികളല്ലാത്ത ആളുകൾ അവിടേക്ക് ഒഴുകുന്നു. ഇസ്ലാം മത വിശ്വാസികളായിരുന്നെങ്കിൽ ഇവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വ്യാജ പോലീസുകാരനെയും ചെങ്കൊടിയും കൊടുത്തിറക്കി അയാളും കുംഭമേളയിൽ അട്ടിമറിയുണ്ടാക്കാൻ ശ്രമിച്ചു. അത് പാടുണ്ടോ? നമ്മുടെ വിശ്വാസങ്ങൾ നമുക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണോ അത് വ്രണപ്പെടുമ്പോൾ നമുക്ക് ഏത് രൂപത്തിലാണോ വേദനയുണ്ടാകുന്നത്, അതുപോലെ തന്നെയല്ലേ അപരനവന്റെ മതവിശ്വാസങ്ങളും. അത് ചിന്തിക്കാൻ പറ്റാത്തത് നമ്മുടെ മാനസിക വളർച്ച കുറവല്ലേ? ലോകത്തിന്റെ നെറുകയിൽ തിലകക്കുറി ചാർത്തിയ കുംഭമേളയെ തകർക്കാൻ
കുംഭമേള തുടങ്ങിയ സമയം മുതൽ തന്നെ വലിയ രീതിയിൽ ഖലിസ്ഥാൻവാദികളും തീവ്രവാദികളും ശ്രമിക്കുന്നുണ്ടായിരുന്നു. രാജ്യത്തെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ അപമാനിക്കാമോ അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് തീവ്രവാദികളും രാജ്യത്തെ വിഘടനവാദികളും. ഇപ്പോൾ പോലീസിന്റെ വേഷം ധരിച്ച് ഒരു വ്യാജ പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു ഡിവൈഎസ്പിയുടെ യൂണിഫോം ധരിച്ച് ഒരു ഉദ്യോഗസ്ഥൻ അർദ്ധരാത്രി കുംഭമേളയിൽ ഭക്തരെ കുളിക്കാൻ നിർബന്ധിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും അതൊരു UP സർക്കാരിന്റെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആയിരിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആണെങ്കിൽ ഇപ്പോൾ തന്നെ യോഗി സർക്കാർ അദ്ദേഹത്തിന് നേരെ അങ്ങ് അയക്കേണ്ട സ്ഥലത്തേക്ക് അയക്കുമായിരുന്നു. എന്തായാലും പോലീസിന്റെ ഒരു യൂണിഫോം ഒക്കെ എടുത്ത് വ്യാജ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് അവിടെ നിൽക്കുന്നത്. കൂടാതെ 16,000-ഓളം ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലും മഹാകുംഭമേളയിൽ 30 പേരുടെ മരണത്തിനിടയാക്കിയ തിക്കും തിരക്കും കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണെന്നും ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് തെളിയിക്കുന്ന 2 വീഡിയോകളാണ് പുറത്തു വന്നിരിക്കുന്നത്. തിക്കും തിരക്കും ഉണ്ടാകാൻ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ശ്രമിക്കുന്ന വീഡിയോകളാണ് പുറത്തു വന്നിരിക്കുന്നത്. സാധാരണ മൗനി അമാവാസ്യ നാളിൽ അമൃസ്നാനത്തിന് പോകേണ്ട ബ്രഹ്മമുഹൂർത്തമായ 3:30 മണിയോടെയാണ് സാധാരണഗതി സ്നാനത്തിന് കുളിക്കാനായിട്ട് പോകുന്നത്. അതിനിടെയാണ് വേഗം പോയി കുളിക്ക് അല്ലെങ്കിൽ തിക്കും തിരക്കും ഉണ്ടാകുമെന്ന് നിർബന്ധിക്കുന്ന പോലീസുകാരുടെ വീഡിയോ ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ബോധപൂർവ്വം തിരക്ക് സൃഷ്ടിക്കാനുള്ള ഒരു തന്ത്രമായാണ് കരുതപ്പെടുന്നത്. രണ്ടാമത്തെ വീഡിയോയിൽ 15ഓളം ചെറുപ്പക്കാർ തിരക്കിട്ട് വന്ന് ബാരിക്കേഡുകളെല്ലാം തള്ളിമറിച്ച് കയറാൻ ശ്രമിക്കുന്നത്, ബാരിക്കേഡിനെ മറിച്ചിട്ടുകൊണ്ട് അപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ ആണ് രണ്ടാമത്തേത്. ഇവരിൽ ഒരാൾ ബാരിക്കേഡിന്റെ ഒരു ഭാഗം പൊളിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇത് തിക്കും തിരക്കും സൃഷ്ടിച്ച് ജനങ്ങൾക്ക്, അതായത് അവിടെ നിൽക്കുന്ന ഭക്തർക്ക് ഒരു ഭീതി പടർത്താനുള്ള ഒരു ശ്രമമായാണ് കരുതപ്പെടുന്നത്. ഈ 2 വീഡിയോകളും UP പോലീസ് അത്യാധുനിക സംവിധാനങ്ങൾ വെച്ച്, അതായത് AI ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വെച്ച് പഠിച്ചു വരികയാണ്. മൂന്നാമത്തെ വീഡിയോ മരിച്ചവരുടെ കിഡ്നിയും കരളും പറിച്ചെടുത്ത് പുഴയിലെറിയാൻ പറയുന്ന യുവാക്കളുടെ വീഡിയോ ആണ്. അതുപോലെ ചില സമൂഹ മാധ്യമ അക്കൗണ്ടുകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഇതുപോലെ വേറെ വീഡിയോകളും, അതായത് ഇതേപോലെ ഒരുപാട് വീഡിയോകൾ ലഭ്യമായിട്ടുണ്ട് UP പോലീസ്. കാരണം കുംഭമേള തുടങ്ങിയ സമയത്ത് തന്നെ പല സ്ഥലത്തും ആദ്യം തന്നെ ഖലിസ്ഥാൻവാദികൾ വന്ന് അവിടെ ടെന്റിന് ഗ്യാസ് പൊട്ടിത്തെറിക്കാൻ തീരുന്നു. ഇങ്ങനെ ഗ്യാസ് പൊട്ടിത്തെറിക്കുന്നു, ഗ്യാസ് സ്റ്റൗ പൊട്ടിത്തെറിക്കുന്നു, ഗ്യാസ് സിലിണ്ടർ അടക്കം പൊട്ടിത്തെറിച്ച് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ഒരു നീക്കം നടക്കുന്നത് UP പോലീസിന്റെയും അതുപോലെ തന്നെ അവിടെ ഫയർ ആൻഡ് ടീമിന്റെയൊക്കെ ഒരു സംയുക്തമായ ഇടപെടൽ കൊണ്ട് ഒരു അപകടമുണ്ട്. അങ്ങനെ ഇതിനെ എങ്ങനെയെങ്കിലും ഒക്കെ തകർത്ത് രാജ്യത്തെ, അതായത് ഭാരതത്തെ ലോകത്തിന്റെ മുന്നിൽ നാണം കെടുത്തുക, തല താഴ്ത്തുക എന്ന ദുഷ്ടശക്തികളുടെ ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനൊക്കെ വരും ദിവസങ്ങളിൽ യോഗി സർക്കാർ ശക്തമായി തന്നെ ഇതിനെതിരെ ഒരു നടപടി എടുക്കുമെന്നതാണ് യാഥാർത്ഥ്യം. ഇത് UP പോലീസ് രഹസ്യമായി തന്നെ ഈ വീഡിയോകളെല്ലാം തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. യോഗി ആദിത്യനാഥിന്റെ സർക്കാർ വിന്യസിച്ചിരിക്കുന്നത് 2500ഓളം CCTV ക്യാമറകളാണ്. 100 മീറ്റർ വെള്ളത്തിനടിയിലും 120 മീറ്റർ ഉയരത്തിലും 100 കണക്കിന് ഡ്രോണുകളും പറക്കുന്നുണ്ട്. ഇവയെല്ലാം കൃത്യമായി തന്നെ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കുന്നുമുണ്ട്. അതുകൂടാതെ മൊബൈലിന്റെ ആ ഫോണിൽ തന്നെ അനിഷ്ട സംഭവങ്ങൾ പകർത്താൻ വേറെയും വോളണ്ടിയർമാരെ നിയോഗിച്ചിട്ടുണ്ട്. അതായത് വോളണ്ടിയർമാരുടെ കയ്യിൽ മൊബൈൽ ഫോണുകൾ കൊടുത്തിട്ട് അവിടെ മുക്കിലും മൂലം നടക്കുന്ന ഓരോ സംഭവങ്ങളും പിടിച്ചെടുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നിരീക്ഷണ കണ്ണുകളിൽ നിന്നും ഗൂഢാലോചനക്കാർക്ക് മറഞ്ഞിരിക്കുക അത്ര എളുപ്പമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിന് പുറമെ ഇൻഡൽ ടവേഴ്സും അതുപോലെ തന്നെ എയർടെലും ചേർന്ന് ഉയർത്തിയ 352 BTS ടവറുകളും 78 സെൽ ഓൺ വീൽസ് ടവറുകളും 150 ഔട്ട്ഡോർ സ്മാർട്ട് സെൽ സൊല്യൂഷനുകളുമുണ്ട്. പ്രയാഗ്രാജിലെത്തിയ മൊബൈലുകളെല്ലാം ഇതിൽ കണ്ടെത്താനാകും. അതുപോലെ ഒട്ടേറെ ദൃക്സാക്ഷി മൊഴികളും പോലീസിന്റെ പക്കലുണ്ട്. അതിലൊന്ന് ചെങ്കൊടി പിടിച്ച് ഏതാനും യുവാക്കൾ വന്ന് തിക്കും തിരക്കും ഭീതിയും സൃഷ്ടിക്കുന്നു എന്നൊരു മൊഴിയുമുണ്ട്. ആരാണ് ഈ ചെങ്കൊടി പിടിച്ച യുവാക്കൾ? ഇവർ നക്സലേറ്റുകളാണോ അതോ ഇടതുപക്ഷ സർക്കാർ, അത് CPM എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണോ എന്നടക്കമുള്ള പ്രതികളെ കണ്ടെത്താൻ വേണ്ടിയുള്ള അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് UP സർക്കാർ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഏതെല്ലാം രൂപത്തിലാണെന്ന് നോക്കിക്കേ ആ മുസ്ലിങ്ങളുടെ ഒരു ആഘോഷം തടയാൻ ശ്രമിക്കുന്നത്. ഇതിന്റെ പേരല്ലേ അസഹിഷ്ണുത അല്ലേ? ആദ്യം ഖലിസ്ഥാൻ ഭീകരർ ടെന്റിന് തീയിടുന്നു, തിക്കും തിരക്കും ഉണ്ടാക്കി അങ്ങനെ ആളുകളെ കൊല്ലാൻ ശ്രമിക്കുന്നു. ആ മരണപ്പെട്ട ആളുകളുടെ ചങ്കും കരളും പറിച്ചെടുത്ത് നദിയിലെറിയാൻ എങ്ങനെയാണ് മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആകാൻ കഴിയുന്നത്? തന്നെയുമല്ല, ബാരിക്കേഡുകൾ തകർത്ത് 15 പേര്. 16,000 ഫോണുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം നടന്നതിൽ 10,000 ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങിയിരിക്കുന്നു ആളുകൾ. ഇത് യോഗിയുടെ നാട്ടിലായതുകൊണ്ട് ഈ അക്രമകാരികളുടെ മുഖം തീർച്ചയായിട്ടും അനാവൃതമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി.